മിഠായി തെരുവ് നടന്നു കാണുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ ഒരു 15-20 മിനിറ്റോളമായിരിക്കുകയാണ് അവിടെ എത്തിച്ചേർന്നിട്ട്. നമുക്കറിയാം, കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് മിഠായി തെരുവ്. അപ്പോൾ അങ്ങനെയൊരു തിരക്കേറിയ സ്ഥലത്തേക്കാണ് ഗവർണർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയൊരുക്കാനുള്ള വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉള്ളത്. ഗവർണർ എത്തിയതിന് പിന്നാലെ തന്നെ ആളുകളും വലിയ രീതിയിൽ തടിച്ചുകൂടിയിട്ടുണ്ട് ഗവർണറെ കാണാനും ഗവർണറോട് സംസാരിക്കാനും ഒക്കെയായി. എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചുകൊണ്ട് തന്നെയാണ് SM സ്ട്രീറ്റ് ഇപ്പോൾ നടന്നു കാണുന്നത്. മാനാഞ്ചിറയിലും അദ്ദേഹം എത്തിയിരുന്നു. അതോടൊപ്പം വരുന്ന വഴിക്ക് പലയിടങ്ങളിലായി കാറ് നിർത്തി പുറത്തേക്കിറങ്ങിക്കൊണ്ട് ആളുകളോട് സംസാരിക്കുകയും കുഞ്ഞുകുട്ടികളോടൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സൗമ്യനായി പെരുമാറുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ SM സ്ട്രീറ്റ് നടന്നു കാണുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത് കഴിഞ്ഞ് നഗരത്തിലെ മറ്റിടങ്ങളിലേക്ക് കൂടി ഗവർണർ ഒരുപക്ഷെ സന്ദർശനം നടത്തിയേക്കുമെന്നുമുള്ള സൂചനയുണ്ട്. കോഴിക്കോട് സർവകലാശാലയിൽ വൈകിട്ട് 4 മണിക്കാണ് അദ്ദേഹത്തിന് സെമിനാർ ഉള്ളത്, പൊതുപരിപാടി ഉള്ളത്. അവിടെ ശക്തമായി പ്രതിഷേധത്തിന് തന്നെയാണ് SFI അടക്കമുള്ള യുവജന സംഘടനകളൊക്കെ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇന്ന് കോഴിക്കോട് നഗരത്തിലേക്ക് ഇറങ്ങിയപ്പോഴും ഗവർണർ പറഞ്ഞതും അത് തന്നെയാണ്. SFIയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു പ്രതിഷേധത്തെയും താൻ ഭയക്കുന്നില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും തനിക്ക് നേരെ പ്രതിഷേധം ഉയർത്താം. തനിക്ക് ഒരു സെക്യൂരിറ്റിയുടെയും ആവശ്യമില്ല. ഇപ്പോഴിതാ താൻ നഗരത്തിലേക്ക് പോവുകയാണ്, അവിടെ നഗരം കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഗവർണർ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ SM സ്ട്രീറ്റ് സന്ദർശിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ഇപ്പോൾ SM സ്ട്രീറ്റിന്റെ ഒരു പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതായി എവിടേക്കായിരിക്കും ഗവർണറുടെ സന്ദർശനം? പൂർണ്ണമായി കടന്നു പോകുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്ലാനുകൾ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് മറ്റു വിവരങ്ങൾ സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പോകുന്ന അനുസരിച്ച് സുരക്ഷ ക്രമീകരിക്കുക എന്ന് മാത്രമാണ് പോലീസ് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരു തുണിക്കടയിൽ, ജെൻസ് വെയറിന്റെ ഒരു കടയിൽ അദ്ദേഹം കയറിയിരിക്കുകയാണ്. അതായത് അദ്ദേഹം നേരത്തെ തന്നെ ഇറങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഒരു വെല്ലുവിളിയും ഉയർത്തുന്നില്ല, അവരെ എനിക്ക് ഭയവുമില്ല, ഭീഷണിയുമില്ല, അവരോട് ഞാൻ കാണും, അവരോട് സംസാരിക്കും. SFI മാത്രമാണ് ഇവിടെ പ്രതിഷേധം ഉയർത്തുന്നത്. മാത്രമല്ല പോലീസിനെ അവരെ പ്രവർത്തിക്കാൻ അവരെ വിടാത്തതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നു അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ പോലീസിന് സുരക്ഷ വേണ്ട എന്നൊരു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങി. ഞാൻ പുറത്തിറങ്ങും, അതോടൊപ്പം തന്നെ ആളുകളോട് സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. സ്വാഭാവികമായും പോലീസ് സുരക്ഷ നൽകുന്നുണ്ട്, വലിയ തോതിലുള്ള സുരക്ഷ നൽകുന്നുണ്ട്. ഒരു വലിയ വെല്ലുവിളിയാണ് ശരിക്കും. നമുക്കറിയാം, നൂറുകണക്കിന് ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഭരണത്തലവനായ ഗവർണർ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അത് മുൻകൂട്ടി തയ്യാറാക്കാത്തൊരു പ്ലാന്റെ ഭാഗമായി. അതേസമയം അദ്ദേഹം അത് ആസ്വദിക്കുന്നുണ്ട്, അദ്ദേഹം ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ ഒരു ഹൃദയഭാഗമാണ് മിഠായി തെരുവ്. അതുകൊണ്ട് തന്നെ ആ മിഠായി തെരുവിൽ അവിടുത്തെ കടകൾ സന്ദർശിക്കുന്നു, അവിടുന്ന് അനുഭവം വാങ്ങി കഴിക്കുന്നു, ആളുകളോട് സംസാരിക്കുന്നു, സ്ത്രീകളോട് സംസാരിക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. മാനാഞ്ചിറയിൽ എത്തിയപ്പോൾ 2 തവണ ഇറങ്ങി ഒരിടത്ത് കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് താലോലിക്കുന്നു, അവരോട് നന്നായിട്ട് പഠിക്കാൻ പറയുന്നു. ഇപ്പോൾ സ്ത്രീകളെ നിർത്തി അവരോട് സംസാരിക്കുന്നു, അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ജനങ്ങളുമായി നേരിട്ട് താൻ ഇടപഴകുന്നുണ്ട് എന്നാണ് ശരിക്കും അദ്ദേഹം ഈ ഒരു സന്ദർശനത്തിലൂടെ കാണിക്കുന്നത്. മാത്രമല്ല, പ്രതിഷേധം എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രതിഷേധമല്ല ശരിക്കും ഗവർണർക്കെതിരെ ഉയരുന്നത്, കേരളത്തിന്റെ അല്ല, പകരം CPM-ന്റേതാണ്, അല്ലെങ്കിൽ SFIയുടേതാണ് എന്നൊരു പ്രതീതി കൂടി വരുത്താൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനൊരു എക്സർസൈസ് കൂടി ചെയ്യുന്നത് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും വലിയ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇത്തരമൊരു ജനകീയമായൊരു അല്ലെങ്കിൽ ജനങ്ങൾ കൂടിയൊരു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ നിന്ന് നടന്നു പോകുന്നത്. വലിയ വെല്ലുവിളി തന്നെയാണ് പോലീസിനുള്ളത്. ആൾക്കാരെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഒരു മന്ത്രിയെ MLA-മാരെ കാണുമ്പോൾ പോലും ആൾക്കാർക്ക് വലിയ കൗതുകം ഉണ്ടാവും. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ വലിയ കൗതുകമാണ്. ഇപ്പോൾ ഗവർണറാണ്, അദ്ദേഹം പ്രത്യേകിച്ച് വിവാദ പുരുഷനാണ്. കുറച്ച് ദിവസങ്ങളിലായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണാൻ സ്വാഭാവികം അദ്ദേഹം വരുന്നതെന്ന് അറിഞ്ഞതോടുകൂടി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി നിരവധി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് 2 വശത്തും. നമുക്കറിയാം, SM സ്ട്രീറ്റ് പൊതുവെ തിരക്കേറിയ സ്ഥലമാണ്. അതുകൊണ്ട് വന്ന ആൾക്കാരൊക്കെ തന്നെയും ഗവർണർ വരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനം തുടരുന്നു.
ക്യാമറ കുറച്ച് സൈഡിലോട്ട് അതാണ് തെറ്റ്. ഗവർണർക്ക് അനുകൂലമായുള്ള മുദ്രാവാക്യ വിളികളും SM സ്ട്രീറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ വളരെ നാടകീയമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. SMCയുടെ അരികിലുള്ള കടകളിലേക്ക് അദ്ദേഹം കയറുന്നു. തെരുവ് കച്ചവടക്കാരുമായി അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു കടയ്ക്ക് മുന്നിൽ ഒരു ഷോറൂമിന് മുമ്പിൽ കെട്ടി നിർത്തിയിട്ടുള്ള തെരുവ് ഏത് ഘട്ടത്തിലൊരു പ്രതിഷേധത്തിന് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇവിടെ
ഇവര് ഈ ക്യാമറ വെച്ച് ലൈവ് പറഞ്ഞിട്ടേ മുമ്പിൽ നമുക്ക് എന്ത് അവളല്ലേ Okay, sweetheart. You are all study very hard, very hard. You should work very hard. Okay? Yes. Education is very important. Okay? Okay. എന്നോട് പറഞ്ഞു അവിടുന്ന് ബസ്സിൽ ഇപ്പൊ പറഞ്ഞു നമുക്ക് തീരെ അയ്യാ നീ എന്റെ കൂടെ നടക്കണേ ഫോണ് പിടിച്ചു ഫോണും ഞാൻ ആദ്യം പിന്നെ കൊടുത്തു അത് ഞാൻ അതിനവിടെ കയറുന്നേ ചേച്ചി ഇവിടെ നിൽക്കണ ഇതിന്റെ അത് ഇതിന്റെ എവിടെയാണ് ഞാൻ കിട്ടൂല സാറേ കുഴപ്പമില്ല ആ സമയത്ത് ഓടിക്കോ അതല്ല വെള്ളം കുടിച്ചു ഉണ്ടാക്കി 2 യൂണിറ്റ് ഉണ്ട് ഇന്ന് മാത്രം 8 യൂണിറ്റേ ഉള്ളൂ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് മധുരം കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചാണ് ഇങ്ങനെ ഒരു ഗവർണർ അല്ലെങ്കിൽ ഇത്രയും ഭരണഘടനാ പദവിയുള്ള ഒരു വ്യക്തി ഇങ്ങനെ നഗരത്തിലേക്ക് ഇറങ്ങി നിങ്ങളെ കാണാൻ എത്തുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചു ചരിത്രത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഗവർണർ കാരണം ഇത്രയും ഒരു മനുഷ്യന് ഏറ്റവും അധികം ഞങ്ങൾ ഇത്രയും നല്ല വ്യക്തിയെ നമ്മൾ ഓടിയിട്ടേ രാഷ്ട്രീയ പ്രസ്താവനകൾ തന്നെയാണ് ഗവർണർ നടത്തിയത് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ആവശ്യമില്ല എനിക്ക് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നതാണ് വസ്തുത. കാരണം അദ്ദേഹം ഇപ്പോഴും ഈ SMCയിൽ ഇറങ്ങിയുള്ള അദ്ദേഹത്തിന്റെ യാത്രക്കിടയിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് തനിക്ക് കേരള പോലീസിന്റെ സുരക്ഷ വേണ്ട എന്നുള്ളതാണ്.
റെഡി റെഡി കുറച്ച് നിങ്ങൾ